ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് മകരമാസം 17-ാം തീയതി, അതായത് 2017 ജനുവരി മാസം 30-ാം തീയതി. ഇന്ന് തിങ്കളാഴ്ചയാണ്. നക്ഷത്രം 40 നാഴിക ചതയവും ബാക്കി പൂരിട്ടാതിയുമാണ്. അപ്പോൾ അതുപോലെ നമ്മൾ കത്തുകളിലേക്കല്ല പോകുന്നത്, പകരം നമ്മൾ ഒരു ശനിമാറ്റം എങ്ങനെയാണ് ഓരോ രാശിക്കാരെയും സ്വാധീനിച്ചിരിക്കുന്നത് എന്നാണ്. ഒരു ശനിമാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കാലയളവിൽ എങ്ങനെയാണ് ഓരോ രാശിക്കാർക്കും ഗുണഫലങ്ങളോ അല്ലെങ്കിൽ ദോഷഫലങ്ങളോ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. തീർച്ചയായും അത് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഈ ശനിമാറ്റം എങ്ങനെയാണ് ആദ്യത്തെ രാശിയായ മേടം രാശിയിലെ ആളുകളെ സ്വാധീനിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ ഗുരുനാഥനായ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയോട് ചോദിച്ച് മനസ്സിലാക്കാം. മേടരാശി, അതായത് അശ്വതി നക്ഷത്രം, ഭരണി നക്ഷത്രം, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ഈ ചേരുന്ന 2 നക്ഷത്ര സമൂഹമാണ് മേടരാശി എന്ന് പറയുന്നത്. സ്ത്രീ പുരുഷ ഭേദമന്യേ, പണ്ഡിത പാമര വ്യത്യാസമന്യേ, കുബേര കുചേല വ്യത്യാസമന്യേ, കക്ഷി രാഷ്ട്രീയ വ്യത്യാസമന്യേ, രാജ്യാന്തര വ്യത്യാസമന്യേ അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ 15 നാഴികയും മേടം എന്ന രാശിയെ വിഭാവനം ചെയ്യുന്നു. ഈ രാശിക്കാർക്ക് കഴിഞ്ഞ 2.5 വർഷമായി അഷ്ടമത്തിൽ ശനി എന്ന ദോഷമായിരുന്നു. അതിനും 2.5 വർഷം മുമ്പ് കണ്ടകശനി എന്ന ദോഷമായിരുന്നു. ഏതായാലും കണ്ടകശനിയും അഷ്ടമശനിയും ജനുവരി മാസം 26 തീയതി കൊണ്ട് അതിന് മാറ്റം സംഭവിച്ച് ഭാഗ്യരാശിയായ ധനു രാശിയിലേക്ക് ആ ശനി മാറിയിരിക്കുന്നു. അതായത് മേടരാശിക്കാർക്ക് മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുല, വൃശ്ചികം, ധനു 9ാം ഭാവമായ ഭാഗ്യസ്ഥാനമായ വ്യാഴക്ഷേത്രത്തിലേക്ക് ശനി അടുത്ത 2.5 വർഷം സഞ്ചരിക്കുന്നു. 2.5 വർഷം ആണ് എങ്കിലും ഇടയ്ക്ക് വരുന്ന ജൂൺ മുതൽ ഒരു റിവേഴ്സൽ, അതായത് ഒരു തിരിഞ്ഞു നോട്ടം ഒക്കെ ഉണ്ട്. അത് വരുമ്പോൾ നമുക്ക് വരുന്നതിനെപ്പറ്റി അന്നേരം സൂചിപ്പിക്കാം. കാരണം അതുവരെ ഭാഗ്യത്തിൽ ആണ് ശനി സഞ്ചരിക്കുന്നത്. പലപ്രകാരത്തിൽ ഒരു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെ ചിന്തിച്ചാൽ ജാതക നിലയിൽ വിദ്യാഭ്യാസ രംഗം അല്പം ദോഷകരമായി, അതായത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ഉൾപ്പെടെ മൗഢ്യതയിലോ നീചത്തിലോ നീചരാശിയുമായി സഖ്യം ചേർന്ന് നിൽക്കുകയോ നീചരാശികളുടെ ദൃഷ്ടിയോ അല്ലെങ്കിൽ രശ്മിബലം, അക്ഷബലം, കക്ഷിബലം എന്നിവ കുറഞ്ഞ് മങ്ങി നിൽക്കുകയോ, അതായത് വോൾട്ടേജ് മങ്ങി ഒക്കെ നിന്നിട്ട് അതിൻ്റെതായ ദോഷഫലങ്ങളോ, ജാതക നിലയിൽ ശനി എന്ന് ഗ്രഹം വളരെ നീചത്വം പ്രാപിച്ച് നിൽക്കുന്ന അവസരത്തിൽ 7ര ശനി, അഷ്ടമശനി, ജന്മശനി ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് വിദ്യാർത്ഥികൾക്ക് പഠന മാന്ദ്യങ്ങൾ എന്തായിരുന്നാലും സംഭവിക്കും. ഇനി നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പോലും അതിൻ്റെതായ ഒരു മങ്ങൽ സംഭവിക്കുന്നു. ആ മങ്ങൽ ജനുവരി 26 മുതൽ അടുത്ത 2.5 വർഷത്തേക്ക് മാറ്റപ്പെടുകയും പഠന ഉത്സാഹം ഉണ്ടാകുകയും ശനിഗ്രഹത്തിൻ്റെ അനുഗ്രഹങ്ങളുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ബുദ്ധിശക്തി, ധാരണാശക്തി, മേധാശക്തിയൊക്കെ കൂടി വരും. ഈ നക്ഷത്രക്കാർക്ക്, ഉദ്യോഗാർത്ഥികൾക്ക്, പല വാതിലുകളും മുട്ടിയിട്ട് തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു തൊഴിൽ സ്ഥിരത വരാനായിട്ടുള്ള സാധ്യതയും ഇൻ്റർവ്യൂ, ടെസ്റ്റ് മുതലായ പാസ്സാക്കാനും ഒരു ഉദ്യോഗസ്ഥരതയ്ക്കും അല്ലെ കർമ്മരംഗത്ത് ശോഭിക്കുവാനും ഉള്ള ഒരവസരം, പ്രമോഷൻ മുതലായവ കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള അവസരം. കാമുകന്മാർ തെറ്റിപ്പിരിഞ്ഞവരാണെങ്കിൽ അവർ പുനഃപരിശോധന ചെയ്ത് വീണ്ടും സമ്മേളിക്കാനുള്ള യോഗം. ഇത് ഗൃഹസ്ഥർക്ക് കുറച്ചുകൂടെ സന്താനങ്ങളെ സംബന്ധിച്ചും അവരുടെ ഉദ്യോഗം, ഭാവി
മേൽഗതി, അഭിവൃദ്ധി, ഐശ്വര്യം, ഉന്നമനം, ഉയർച്ച എന്നിവ ഉണ്ടാകുവാനും ഉള്ളൊരു ഭാഗ്യാനുഭവങ്ങൾ ഈ രാശിക്കാർക്ക് ഉണ്ടാവും. രോഗികളായി ആശുപത്രിയിൽ കിടക്കുന്നവർക്ക് അല്ലെ കിടന്നിരുന്നവർക്ക് ഒടിവോ ചതവോ മുറിവോ പൊള്ളലോ ഓപ്പറേഷനോ മുതലായിട്ട് നിൽക്കുന്നവർക്ക് അവർക്ക് അതിൽ നിന്ന് സർജറിയൊക്കെ ചെയ്തതിന് ശേഷം അല്ലെ മെഡിക്കൽ ശേഷം ഇവരുടെ രോഗം എന്താ തിട്ടപ്പെടുത്തുക. പ്രത്യേകിച്ച് ഓർത്തോ, ന്യൂറോ മുതലായിട്ടുള്ള ദീർഘകാല അടിസ്ഥാനത്തിൽ മരുന്ന് ചെയ്യേണ്ട അതിനൊക്കെ കൃത്യമായി രോഗം കണ്ടുപിടിക്കപ്പെടുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് വിജയിക്കപ്പെടുകയും ചെയ്യും. ഭരണതലത്തിൽ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും ദുഷ്പേര് അല്ലെങ്കിൽ ജനപിന്തുണ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് വീണ്ടും പുനഃപരിശോധന ചെയ്യുവാനുള്ള യോഗവും പിന്തുണ ലഭിക്കുവാനുള്ള യോഗവുമുണ്ട്. വിദേശത്തേക്ക് പോകാനായി ശ്രമം നടത്തി പരാജയപ്പെട്ടിരിക്കുന്നവർക്ക് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പേപ്പർ ശരിയായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തസ്തികയിലേക്ക് ശരിയായി എന്ന് പറയുന്നവർക്കും കലാകാരന്മാർക്കും കലാകാരികൾക്കും രാഷ്ട്രീയക്കാർക്കും മത അധ്യക്ഷന്മാർക്കും അഭിവൃദ്ധിയിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടവുമാണ്. ഈ ഗുണത്തിൽ ഉള്ളവർക്കും ദോഷത്തിലുള്ളവർക്കും നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തന്നമാമി ശനീശ്വരം എന്ന് തുടങ്ങുന്ന സ്തോത്രങ്ങളെ കൊണ്ട് വർണ്ണിക്കുകയോ ഉപാസന എടുക്കുകയോ ശാസ്ത്ര ശൈവ ക്ഷേത്ര ദർശനം നടത്തുകയോ നീരാഞ്ജനാദികൾ വഴിപാടുകളൊക്കെ ചെയ്തോ കാഠിന്യങ്ങൾ ഉള്ളവർക്ക് കാഠിന്യം മാറ്റാവുന്നതും അതുപോലെ കാഠിന്യമില്ലാത്തവർക്കൊന്നുകൂടി അഭിവൃദ്ധിപ്പെടുത്താവുന്നതും ആണ്. ഈ രാശിയിൽപ്പെട്ട് വൻകിട ബിസിനസ്സുകൾ ചെയ്തിരുന്ന വൈദേശിക കോൺട്രാക്ടർമാർ, കൺസ്ട്രക്ഷൻ വർക്കുകാർ എന്നിവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ, പുതിയ പുതിയ ലാഭങ്ങൾ എത്തിച്ചേരാനുള്ള അവസരങ്ങളും തുടർന്ന് വരുന്ന ആഗസ്റ്റ് മാസം മുതൽ അതിപ്രധാനമായ ഒരു ഗ്രഹവും കൂടി ഈ രാശിക്കാർക്ക് സമ്മേളിക്കാൻ അനുകൂലമാവാൻ പോകുന്നു. വളരെയധികം ഭാഗ്യപുഷ്ടിയിലേക്ക് കടക്കുവാനായി വരുന്ന ആ ഗ്രഹം ഏതാണ്, എപ്പോഴാണ്, ഇവ രണ്ടുപേരുള്ള സമ്മേളിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നൊക്കെ വരും എപ്പിസോഡുകളിൽ പറഞ്ഞു തരുന്നതാണ്. ശനിമാറ്റം മേടരാശിക്കാരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഡോക്ടർ മാളൂർ ശർമാജി ഇന്ന് നമ്മളോട് പങ്കുവെച്ചത്. അതിനുള്ള പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുകയുമുണ്ടായി. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നിരിക്കുകയാണ്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി. ദേവാമൃതം